അത്രയും കഷ്ടത്തിലാണ്. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയദർശിനി യാത്രാ പദ്ധതി വന്നതോട് കൂടിയിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് അതിൻ്റെ ഉപയോഗം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ഒരു വിഭാഗം ആളുകൾ. അതെ, നമ്മുടെ പ്രൈവറ്റ് ബസ് ജീവനക്കാർ. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം. ചേട്ടാ നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രിയദർശിനി യാത്രയൊക്കെ വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളത് ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങളെ ഒരുപാട് നല്ല ബാധിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ മൊത്തത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഒരെണ്ണം പോലും വണ്ടിയിൽ കയറാറില്ല. പിന്നെ ലേഡീസ് അടുത്ത സ്റ്റോപ്പിലേക്കുള്ള ആൾക്കാർ 10 രൂപ ടിക്കറ്റ് എടുത്ത് KSRTC പ്രിയദർശനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു മാന്യമായിട്ട് ആദ്യം ശമ്പളം ഉണ്ടായിരുന്നതാണ്, കൂലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലും കിട്ടുന്നില്ല. ചില സമയത്ത് നമുക്ക് 300 രൂപ, ചില സമയത്ത് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഓണർ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട പറഞ്ഞിട്ട് മൂപ്പര് സഹിച്ചിട്ട് മൂപ്പറിന്റെ ഇതും കൊണ്ടപ്പം ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ 3 ആൾ വെറുതെ ഇരിക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ മൂപ്പര് സഹിച്ചിട്ടാണ് അത് ഓടുന്നത്. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ. ഈ പ്രിയദർശിനി ബസ് വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, ഞങ്ങൾ ഈ പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങിയത് മുതൽ ഒരു സ്ത്രീ യാത്രക്കാർ പോലും, ഈ സ്റ്റാൻഡും പരിസരമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഒരു സ്ത്രീ യാത്രക്കാർ പോലും ഈ ബസ്സിൽ വരുന്നില്ല. യാത്രക്കാരൊക്കെ അവിടെ പോയി. എല്ലാവരും പ്രിയദർശിനി ഫ്രീ സർവീസ് ആണെന്നുകൊണ്ട് അതിൽ കയറുകയാണ്. ഞങ്ങൾക്കും ഉണ്ട് പെങ്ങന്മാരും അമ്മമാരും പിഞ്ചു പെമ്മക്കളും. ഞങ്ങളുടെ ജീവിതം ആകെ നിലംപലിച്ചു പോകും ഈ പ്രസ്ഥാനം ഇങ്ങനെ ഈ സർവീസ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ. ഈ 80,000 രൂപ സാലറി മേടിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഫ്രീ സർവീസ് കൊടുത്തിട്ട് എന്താണ് കിട്ടാൻ പോണത്? അപ്പോൾ അവരുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ജീവിച്ചു പോയിരുന്നു സാധാരണക്കാർ. ഇപ്പോൾ അതുവരെ ഇല്ലാതായി. പിന്നെ ഞങ്ങളുടെ വിലയേറിയ വോട്ട് കൊണ്ടാണ് മുഖ്യമന്ത്രി നിങ്ങളൊക്കെ വിജയിച്ചു വന്നത്. പക്ഷേ കഷ്ടപ്പാടറിയുന്ന ഒരു സർക്കാരിനെയാണ് തൊഴിലാളികളുടെ കഷ്ടപ്പാടറിയുന്ന ഒരു സർക്കാരിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇത് ഭയങ്കര ഒരു അബദ്ധമായി പോയി ഞങ്ങൾക്ക്. അത്രയും കഷ്ടത്തിലാണ്. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കേട്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വീഡിയോ അങ്ങനെ ഒന്നും തന്നെയല്ല, അവരുടെ ഒരു വികാരം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന ഇവിടെയുള്ള ബസ്സുകളുടെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ നല്ല രീതിയിലുള്ളൊരു നടപടി എന്തായാലും ഉണ്ടാവണം എന്ന് കൂടി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തും.